അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത്? നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ PSCയുടെ ഇഷ്ട ചോദ്യമാണ് അല്ലെ. എന്താണ് പ്രവൃത്തി ചെയ്ത് ഒരു മാർക്ക് എന്തായാലും ഉണ്ടാവും അല്ലെ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ എന്താ പറഞ്ഞേ? എന്താണ്? ദ്രവ്യമാണോ, ബലമാണോ, ഊർജമാണോ, പിണ്ഡമാണോ? അതന്നെയാണ് ആൻസർ. ഓപ്ഷൻ സി ഊർജമാണ് അല്ലെ. സജിത് രാജ് എന്നും ആൻസർ പറയുന്ന ആളാണ് സജിത് രാജ്. നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റിനെ പറയുന്ന പേരാണ് എന്താണ് മക്കളെ? ജൂൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഈ ഊർജത്തിന്റെ CGS യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? എർഗ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ് ആണ് എന്നും കൂടി പഠിച്ചു വെക്കുക. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ് ആണ് അല്ലെ. ഒരു ജൂൾ പറഞ്ഞ എത്രയാണ്? ഒരു ജൂൾ പറഞ്ഞ എത്രയാണ്? 10⁻7 എർഗ് ആണ് കേട്ടോ. ഒരു ജൂൾ പറഞ്ഞ എത്രയാണ്? 10⁻7 എർഗ് ആണ്. ഒരു വാട്ട് അവർ പറഞ്ഞ എത്രയാണ്? ഒരു വാട്ട് അവർ എത്രയാണ്? 3600 ജൂൾ ആണ്. ഒരു വാട്ട് അവർ പറഞ്ഞാൽ എത്രയാണ്? 3600 ജൂൾ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ആരാണ്? ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? തോമസ് യങ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ. പിന്നെ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തെ എന്താണ്? രാസോർജമാണ് എന്ന് ഓർത്ത് വെക്കുക. യന്ത്രങ്ങളും വാഹനങ്ങളും ചലിപ്പിക്കുന്ന എന്താണ്? യാന്ത്രികോർജമാണ് അല്ലെ. അതുപോലെ തന്നെ ഒരു വസ്തുവിന് ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഒരു വസ്തുവിന് ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഒരു വസ്തുവിന് ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? അതാണ് ഗതികോർജം. ഏതാണ്? ഗതികോർജം. എന്താണ്? ഗതികോർജമാണ് അല്ലെ. K=12 എന്ന് പറയില്ലേ. M എന്താണ്? വസ്തുവിന്റെ പിണ്ഡം. V ആണ് എന്താണ്? വസ്തുവിന്റെ പ്രവേഗമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? വസ്തുവിന്റെ ഭാരവും അതുപോലെ വേഗതയും കൂട്ടുന്നതിനനുസരിച്ച് എന്താവും? ഗതികോർജം അവിടെ എന്താവുകയാണ്? ഗതികോർജം കൂടുകയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണ്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? സ്ഥാനാന്തരം, ചലനം, സ്ഥിതികോർജം, കൊഹിഷൻ. അതന്നെയാണ് ഓപ്ഷൻ ബി ചലനമാണ് അല്ലെ. ചലനം പറഞ്ഞ എന്താണ്? ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റത്തെയാണ് എന്ത് പറയാ? നമ്മൾ ചലനം എന്ന് പറയുക അല്ലെ. ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റത്തിനെയാണ് ചലനം അല്ലെ. ചലനത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡൈനാമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ. നിശ്ചലാവസ്ഥയിലുള്ള കുറിച്ച് ആണെങ്കിലോ നിശ്ചലാവസ്ഥയിലുള്ള കുറിച്ചുള്ള പഠനമാണോ? അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു അല്ലെ. സമയത്തിന്റെ തുല്യ ഇടവേള എങ്ങനെയായിരിക്കും? തുല്യ ദൂരം സഞ്ചരിക്കുന്ന ഞാൻ എന്ത് പറയാ? സമചലനം എന്ന് പറയാം. എങ്ങനെയാണ്? നേർരേഖയിൽ അല്ലെ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയത്തിന്റെ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുകയാണ് എന്ത് പറയാ? അതിനെ സമചലനം എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ വർത്തുള ചലനം എന്താണ്? വർത്തുള ചലനം വർത്തുളം വൃത്തപാതയിൽ കൂടിയുള്ള ചലനം അല്ലെ. വൃത്തപാതയിൽ കൂടിയുള്ള ചലനം എന്താണ്? വർത്തുള ചലനം. ഉദാഹരണം എന്താണ്? ഈ ജൈൻ വീലൊക്കെ റൗണ്ട് ആയിട്ട് വരും. ജൈൻ വീല് സർക്കസിലൊക്കെ കാണില്ലേ? എന്താണ്? ജൈൻ വീൽ. അതൊക്കെ എന്താണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് അല്ലെ. പിന്നെന്താണ്? ഈ ചക്കിന് ഈ ചുറ്റും കാളയുടെ എന്താണ് ചലനമൊക്കെ ഏതാണ്? അതൊക്കെ വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് ചക്രത്തിന്റെ. അതുപോലെ തന്നെ സമവർത്തുളം ആണെങ്കിൽ എന്താണ്? സമവർത്തുളം എന്താണ്? വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന വസ്തു എങ്ങനെ തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം അല്ലെ. തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമാണ് എന്താണ്? അത് സമവർത്തുള ചലനമാണ്. പെൻഡുലം ക്ലോക്കിന്റെ ചലനമൊക്കെ എന്താണ്? സമവർത്തുള ചലനമാണ്. പിന്നെ ക്രമാവർത്തന ചലനമാണെങ്കിലോ ക്രമാവർത്തനം എങ്ങനെയാണ്? ഒരു നിശ്ചിത സമയത്തില്ലേ ആവർത്തിച്ചു വരുന്ന ചലനത്തിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് ക്രമാവർത്തുള ചലനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഉരുളൻ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കൂടുതലാണോ കുറവാണോ വ്യത്യാസമായിരിക്കും? ഇവയൊന്നുമല്ല. ഏതാണ് അവിടെ ആൻസർ വരിക? ഓപ്ഷൻ ഏതാ വരിക? കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? അതന്നെ ആൻസർ. എന്താണ്? കുറവായിരിക്കും അല്ലെ. ഉരുളൽ ഘർഷണം എന്താണ്? നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്താണ്? കുറവായിരിക്കും അല്ലെ. ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ എന്ത് ചെയ്യും? സ്പർശിച്ചുകൊണ്ട് ഇങ്ങനെ ചലിക്കുകയാണെങ്കിൽ അവക്കിടയിൽ എന്താണ്? സമാന്തരമായിട്ടുള്ള ഒരു ബലത്തിനെയാണ് എന്തു പറയുന്നത്? ഘർഷണ ബലം എന്ന് പറയുക അല്ലെ.
അല്ലെ? ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഏത്? ഈ ഘർഷണ ബലം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഒരു വസ്തു എന്ത് ചെയ്യും? മറ്റൊരു വസ്തുവിനെ മുകളിൽ കൂടി ഉരുട്ടി നീക്കുകയാണ് എന്താണ്? അതാണ് എന്ത്? ഉരുളൽ ഘർഷണം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. മനസ്സിലായോ? ഒരു വസ്തു മറ്റൊരു വസ്തു മുകളിലേക്ക് നിരക്കി നീങ്ങുകയാണെങ്കിലോ അത് എന്താണ്? നിരങ്ങൽ ഘർഷണം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഘർഷണം കുറയ്ക്കാനായിട്ട് എന്തൊക്കെയാ നമ്മൾ ഉപയോഗിക്കുക? സ്നേഹങ്ങൾ ഉപയോഗിക്കില്ലേ? രഹിതമാക്കൽ, അതുപോലെ തന്നെ മിനുസപ്പെടുത്തലൊക്കെ എന്താണ്? ഘർഷണം കുറയ്ക്കാനാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? സ്പീഡ് കൂടുന്നുണ്ടോ? ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്, ശബ്ദം ഹെർട്സ് ആണോ, ന്യൂട്ടൺ ആണോ, മീറ്റർ ആണോ, ഡെസിബൽ ആണോ? ഏതാണ് മക്കൾ അവിടെ ആൻസർ ആയിട്ട് വരിക? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ശബ്ദം അളക്കാൻ എന്താണ്? ഡെസിബൽ ആണ് അല്ലെ. ഡെസിബൽ ശ്രവണബോധം ഉണ്ടാക്കുന്ന ഊർജ രൂപത്തിനെയാണ് എന്ത് പറയാ? ശബ്ദം എന്ന് പറയാ അല്ലെ. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അക്വാസ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? അക്വാസ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ? ആവശ്യമല്ല. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ? ആവശ്യം അല്ല അല്ലെ. ശബ്ദം തീവ്രത യൂണിറ്റ് എന്താണ്? അതാണ് ഡെസിബൽ എന്ന് പറയുന്നത് അല്ലെ. ശബ്ദത്തിന് തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ പറയുക എന്താണ്? ആവൃത്തി എന്ന് പറയുക അല്ലെ. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിനെയാണ് എന്ത് പറയാ? ആവൃത്തി. ആവൃത്തിയുടെ യൂണിറ്റിനെ എന്താ പറയാ? ഹെർട്സ് എന്ന് മനസ്സിലാക്കുക. ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്. ബലത്തിന്റെ യൂണിറ്റ് ആണ് എന്താണ് മക്കളെ? ബലമാണെങ്കിൽ അത് ന്യൂട്ടൺ ആണ് അല്ലെ. ബലമാണെങ്കിൽ എന്താണ്? ന്യൂട്ടൺ ആണ്. മീറ്റർ എന്താണ്? ദൂരത്തിന്റെയാണ് ഏത്? മീറ്റർ എന്നും കൂടി ഓർത്തു വെക്കുക അല്ലെ. സാധാരണ അന്തരീക്ഷ താപനിലയിൽ ശബ്ദത്തിന് വായുവിലുള്ള വേഗത ചോദിക്കുകയാണെങ്കിലോ എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? അത് ഖരമാണ് അല്ലെ. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? അത് ഖരമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ശബ്ദത്തിന്റെ ഏറ്റവും വേഗത കുറഞ്ഞതാണെങ്കിൽ എന്താണ്? അത് വാതകമാണ്. ഏറ്റവും വേഗത കുറഞ്ഞത് ഏതാണ്? അത് വാതകമാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? ശബ്ദത്തിന്റെ കൂർമ്മത എന്താ പറയുക? സ്ഥായി എന്ന് പറയും അല്ലെ. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്ര സമയമാണ് വേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സൂര്യനിൽ നിന്നും പ്രകാശം എത്ര സമയമാണ് മക്കളെ വേണ്ടത്? എത്രയാണ്? 8.2 മിനിറ്റ്. ഓർത്ത് വെക്കണം കേട്ടോ. ശ്രദ്ധിക്കുക. 8.2 മിനിറ്റ് ആണ് അല്ലെ. പ്രകാശത്തിന്റെ അല്ലെ സ്വാഭാവിക സവിശേഷതയെ കുറിച്ചുള്ള പഠനത്തെ പറയാണ് എന്താണ്? ഓപ്റ്റിക്സ് എന്ന് മനസ്സിലാക്കുക അല്ലെ. ഓപ്റ്റിക്. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ആദ്യമായി പ്രകാശത്തിന്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ആരാണ്? ആദ്യമായി പ്രകാശത്തിന്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ആരാണ്? റോമർ. ആരാണ്? റോമർ ആണ്. തെറ്റിപ്പോവരുത് കേട്ടോ. ചോദിക്കും സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ വേണ്ട സമയം എത്രയാണ്? 8 മിനിറ്റ് 20 സെക്കൻഡും. എത്രയാണ്? 8 മിനിറ്റ് അല്ലെങ്കിൽ 500 സെക്കൻഡ് എന്നും കൂടി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എത്രയാണ്? 500 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായ സമയം എത്രയാണ്? അത് 1.3 സെക്കൻഡ് ആണ്. എത്രയാണ്? 1.3 സെക്കൻഡ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് കൃത്യമായിട്ട് കണക്കാക്കിയ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനുണ്ട്. ആരാണ്? ആൽബർട്ട് എ മെക്കൻസൺ. പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് കൃത്യമായിട്ട് കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? ആൽബർട്ട് എ മെക്കൻസൺ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ്? ആൽബർട്ട് എ മെക്കൻസൺ ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. പ്രകാശത്തിന്റെ
അടിസ്ഥാന കണം ചോദിക്കുകയാണെങ്കിൽ അത് എന്താണ്? ഫോട്ടോൺ. എന്താണ്? ഫോട്ടോൺ. പ്രകാശത്തിന്റെ അടിസ്ഥാന കണം എന്താണ്? ഫോട്ടോൺ അല്ലെ. പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് എന്ത്? ടാക്കിയോൺസ് അല്ലെ. പഠിച്ചിട്ടില്ലേ? പ്രകാശത്തെക്കാൾ ഏറ്റവും വേഗം സഞ്ചരിക്കുന്നത് ടാക്കിയോൺസ് ആണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? അത് കാൻഡിലയാണ്. എന്താണ്? കാൻഡിലയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായിട്ട് ആചരിച്ചത് എപ്പോഴാണ്? 2015. ഈ 2015 അല്ലേ മണ്ണ് വർഷം അല്ലെ? പ്രകാശ വർഷവും തന്നെയല്ലേ മണ്ണ് വർഷവും? ആണോ? പ്രകാശ വർഷം തന്നെയല്ലേ മണ്ണ് വർഷം? 2015 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദെൻ അടുത്ത ചോദ്യം. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി അല്ലെ, പാസ്കൽ നിയമം. എന്താണ്? ഓപ്ഷൻ സി, പാസ്കൽ നിയമം. പൂമ്പാറ്റ, അത് ക്ലിയർ ആണ്. ഈ സിലബസ് തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ സി, പാസ്കൽ നിയമമാണ് അല്ലെ. പാസ്കൽ നിയമം പറഞ്ഞാൽ എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അനുഭവപ്പെടുന്ന അല്ലെ, നമ്മൾ പ്രയോഗിക്കുന്ന മർദ്ദം എന്ത് ചെയ്യുന്നു? അതിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെയായിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ഏത്? പാസ്കൽ നിയമം അല്ലെ. ബെയിൻസ് പാസ്കൽ ആണ് ഈ നിയമത്തിന്റെ ഉപജ്ഞാതാവ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഹൈഡ്രോളിക് പ്രസ്സും ഹൈഡ്രോളിക് ജാക്കും അല്ലെ, ഫ്ലഷ് ടാങ്ക് ഒക്കെ എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ എന്താണ്? ഈ പാസ്കൽ നിയമത്തിന്റെ ഉദാഹരണമാണ്, അതിന്റെ പ്രവർത്തനമാണ് എന്ന് ഓർത്തു വെക്കുക അല്ലെ. അതുപോലെ തന്നെ ഈ എന്താണ് എന്താ പറയാന്, ഈ മണ്ണുമാന്തി യന്ത്രമില്ലേ, യന്ത്രമില്ലേ, അതൊക്കെ ഈ പാസ്കൽ നിയമത്തിന്റെ ഇതാണ് കേട്ടോ. മണ്ണുമാന്തി യന്ത്രമൊക്കെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ഈ പാസ്കൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നും കൂടി മനസ്സിലാക്കുക. പാസ്കൽ നിയമം അനുസരിച്ച് മർദ്ദം എങ്ങനെയായിരിക്കും പറഞ്ഞേ? പാസ്കൽ നിയമം അനുസരിച്ചിട്ട് മർദ്ദം എങ്ങനെയായിരിക്കും പറഞ്ഞേ? മർദ്ദം എങ്ങനെയായിരിക്കും മക്കളെ? എങ്ങനെയാണ്? പ്രതല ബലം അല്ലെ ബൈ എന്താണ്? വിസ്തീർണം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നിയമം ലോസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. പ്രതല ബലം ബൈ വിസ്തീർണമാണ് മർദ്ദം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ബർണോളി തത്വം അല്ലെ, വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറവായിരുന്നു എന്ത് പറയാ? ബർണോളി തത്വം അല്ലെ. ഡൈനാമിക്സ് ഘടന, അതുപോലെ വിമാനം അല്ലെ, പറക്കൽ എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ബർണോളി തത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നും കൂടി ഓർത്തു വെക്കുക. പിന്നെ ആർക്കിമിഡീസ് നിയമം എന്താണ്? ആർക്കിമിഡീസ് നിയമം എന്താണ്? ഒരു വസ്തു എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ അല്ലെ ഒരു ദ്രവ്യത്തിൽ എങ്ങനെ മുങ്ങിയിരിക്കുകയാണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ഏത് ബലമാണ്? പ്ലവക്ഷേപ ബലം അല്ലെ. ആ വസ്തു ആദേശം ചെയ്യുന്ന എന്താണ്? ദ്രവ്യത്തിന്റെ ഭാരത്തിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നതാണ് ഏത്? ആർക്കിമിഡീസ് തത്വം എന്നും കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം. കോൺകേവ് ദർപ്പണത്തിന്റെ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്രയായിരിക്കും? പ്രതിപതന കോണിന്റെ അളവ് എത്രയായിരിക്കും? നമുക്കറിയാം അല്ലെ, പ്രകാശത്തെ ക്രമമായി പതിക്കുന്ന പ്രതലമാണ് എന്ത് പറയാ? ദർപ്പണം എന്ന് പറയുന്നത് അല്ലെ. പതനകോൺ എന്താണ്? പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെയാണ് എന്ത് പറയാ? പതനകോൺ എന്ന് നമ്മൾ അന്ന് ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ് അല്ലെ. പിന്നെ പ്രതിപതന കോണാണെങ്കിലോ ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണാണ് എന്ത്? പ്രതിപതന കോണ്. നമ്മളുടെ ആൻസർ ഏതായിരിക്കും? ഏതാണ്? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി 30 അല്ലെ. ഏതാണ്? ഓപ്ഷൻ ഡി 30 ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 20 ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏത് പ്രസ്താവനയാണ് താഴെ ശരിയായവ തിരഞ്ഞെടുക്കുക? ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാവുന്നു. ശരിയാണോ? ശരിയല്ലേ? ശരിയാണ് അല്ലെ. ബബ്ബാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും കഴിയും. ശരിയാണ്.
സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടോ? അതിൽ എന്താണ്? ഇല്ല അല്ലെ. അപ്പൊ അത് അവിടെ തെറ്റാണ്. നമ്മളുടെ ആൻസർ ഏതാണ്? ആൻസർ കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത് അല്ലെ. 20 ഹെർട്സിനുള്ള കുറവുള്ള ആവൃത്തിയുള്ള ശബ്ദങ്ങളെ എന്ത് പറയും? ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയും അല്ലെ. പിന്നെ ആനയും തിമിംഗലം പിന്നെന്താണ് ജിറാഫൊക്കെ എന്തുവാണ് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ ഏതാണ്? ഇൻഫ്രാസോണിക് ആണ്. ഭൂകമ്പം പിന്നെ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഏതാണ്? അത് ഇൻഫ്രാസോണിക് ആണ്. 20,000 ഹെർട്സിൽ കൂടുതൽ ശബ്ദങ്ങളാണ് എന്ത് പറയാ? അൾട്രാസോണിക് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സോണാർ എന്താണ്? സോണാർ സമുദ്രത്തിന്റെ ആഴം അല്ലെ, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനമൊക്കെ നിർണ്ണയിക്കാനും അതുപോലെ തന്നെ ഈ കടലില് അടുത്തുള്ള ചിത്രങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? സോണാർ. സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന ഗതാഗത രംഗം ഏതാണ്? കപ്പൽ ഗതാഗതം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് സിസ്റ്റം ആണ് അല്ലെ. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദരംഗം ഏതാണ്? അൾട്രാസോണിക് ആണ്. ഏതാണ്? അൾട്രാസോണിക് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അതുപോലെ ഈ സോണാറിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു ശബ്ദത്തിന്റെ സവിശേഷതയാണ് എന്ത് പറയാ? എക്കോ ലൊക്കേഷൻ എന്നൊക്കെ പറയുക കേട്ടോ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്തു മാറ്റം സംഭവിക്കും? എന്തു മാറ്റമാണ് അതിന് സംഭവിക്കുക? എന്തു മാറ്റമാണ്? 2 ഇരട്ടിയാണോ 4 ഇരട്ടിയാണോ? ഗതികോർജം 0 ആയിരിക്കും എന്ന് പറയുന്നു. അതുപോലെ മാറ്റം ഒന്നുമില്ല എന്ന് പറയുന്നു. ഏതാണ് മക്കൾ അവിടെ ആൻസർ ആയിട്ട് വരിക? ഏതായിരിക്കും? എന്താ വരിക? അവിടെ 4 ഇരട്ടിയായിരിക്കും. എത്രയായിരിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിന്റെ ഗതികോർജം എത്രയായിരിക്കും? 4 ഇരട്ടിയായിരിക്കും അല്ലെ. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ വാഹനം ചലിപ്പിക്കുന്ന ഊർജത്തെയാണ് എന്ത് പറയാ? യാന്ത്രികോർജം അല്ലെ. യാന്ത്രികോർജത്തെയാണ് നമ്മൾ എന്ത് 2 ആയിട്ട് പറയുന്നത്. ഗതികോർജവും അതുപോലെ സ്ഥിതികോർജം അല്ലെ. ഒരു വസ്തു അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തിനെയാണ് നമ്മൾ അപ്പളേ പറഞ്ഞു അല്ലെ ഗതികോർജം. ഗതികോർജം എന്താണ്? ½ എന്ന് പറഞ്ഞ k ½ mv² പറഞ്ഞ പിന്നെന്താണ്? വസ്തുവിന്റെ ഭാരതവും വേഗതയും കൂടുതലനുസരിച്ച് ഗതികോർജം അവിടെ എന്ത് സംഭവിക്കുന്നു? കൂടുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഗതികോർജം എല്ലായ്പ്പോഴും എന്തായിരിക്കും? പോസിറ്റീവോ അല്ലെങ്കിൽ 0 ആയിരിക്കും എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉരുളുന്ന കല്ല്, പിന്നെ ഒഴുകുന്ന ജലം, പിന്നെ ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കയൊക്കെ ഏതിന് ഉദാഹരണമാണ്? ഗതികോർജത്തിന് ഉദാഹരണമാണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത് ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിച്ച തീയതി എന്നാണ്? എന്നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്? എന്നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്? 2014 ആണോ 13 ആണോ 15 ആണോ? ഓപ്ഷൻ നോക്കിയേ. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? 2013 നവംബർ മാസം അല്ലെ. 2013 നവംബർ മാസം എത്രയാണ്? 5-ാം തീയതിയാണ് അല്ലെ. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യമാണ് ഏത്? മംഗൾയാൻ അല്ലെ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യത്തെ ചൊവ്വ ദൗത്യമാണ് ഏത്? മംഗൾയാൻ. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം കൂടിയായിരുന്നു ഏത്? മംഗൾയാൻ അല്ലെ. അതുപോലെ PSLV-C 25 എന്ന വിക്ഷേപണ വാഹനമാണ് മംഗൾയാനെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 2014 സെപ്റ്റംബർ മാസം എത്രയായിരുന്നു? 24 അല്ലേ? 24-ലാണ് മംഗൾയാൻ ഭ്രമണപഥത്തിൽ എത്തിയത് അല്ലെ. ആരായിരുന്നു പ്രൊജക്ട് ഡയറക്ടർ? വി കേശവരാജുവാണ് കേട്ടോ. ഈ മംഗൾയാന്റെ പ്രൊജക്ട് ഡയറക്ടർ വി കേശവ രാജുവാണ് കേട്ടോ. അതിന് സഹായിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഫിജി ആയിരുന്നു. അതുപോലെ തന്നെ മംഗൾയാൻ വിക്ഷേപണ സമയത്ത് ISRO പ്രൊജക്ട് ഡയറക്ടർ ആണ് കെ രാധാകൃഷ്ണൻ. ആരാണ്? കെ രാധാകൃഷ്ണൻ. മംഗൾയാൻ ദൗത്യത്തിലെ പ്രൊജക്ട് ഡയറക്ടർ ചോദിക്കുകയാണെങ്കിലോ എസ് അരുണനാണ്. പിന്നെ അതുപോലെ തന്നെ മംഗൾയാൻ പിന്നെ പ്രോഗ്രാം ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട് എസ് അണ്ണാദുരൈ എന്തോ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ISROയുടെ മംഗൾയാൻ ബന്ധപ്പെട്ട സിനിമ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മിഷൻ മംഗൾ. മിഷൻ മംഗൾ അതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, വജ്രത്തിലൂടെ പ്രകാശത്തിന്റെ പ്രവേഗം എത്ര? വജ്രത്തിലൂടെ പ്രകാശത്തിന്റെ പ്രവേഗം എത്രയാണ്? 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം നമ്മൾ പറഞ്ഞില്ലേ വജ്രമാണ്. പ്രകാശം ഏറ്റവും വേഗം സഞ്ചരിക്കുന്ന ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ലിയോൺ ഫുക്കാൾട്ട് കേട്ടോ.
പ്രകാശം ഏറ്റവും വേഗത സഞ്ചരിക്കുന്നത് എവിടെയാണ്? ശൂന്യതയിലാണ്. മാറിപ്പോണ്ട. പ്രകാശ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ചോദിക്കുകയാണെങ്കിൽ അത് വജ്രമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ഏത് പ്രതിഭാസമാണ് മഴവിൽ ഉണ്ടാകാൻ കാരണം? ഏത് പ്രതിഭാസമാണ് മഴവിൽ ഉണ്ടാവാൻ കാരണം? ഏതാണ്? ആന്തരിക പ്രതിപതനം, അപവർത്തനം, പ്രകീർണനം. എയും ബിയും സിയും കാരണമാകുന്നു. ഏതാണ് മക്കളെ? ഏതാണ് വരിക? ഓപ്ഷൻ ഡി അല്ലെ. ആന്തരിക പ്രതിപതനമുണ്ട്, അപവർത്തനമുണ്ട്, പ്രകീർണനം. മൂന്നാണ് ആൻസർ ആയിട്ട് വരും. ആൻസർ എന്താണ്? ഓപ്ഷൻ എയും ബിയും സിയും അതിന് കാരണം തന്നെയാണ്. നമ്മളുടെ ആൻസർ എന്താ മക്കളെ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. അപവർത്തനം എന്താണ്? മഴവില്ലിന്റെ ആകൃതി എന്താകൃതിയാണ്? വൃത്താകൃതിയാണ് കേട്ടോ. മഴവില്ല് നിറങ്ങൾ നമുക്കറിയാലോ, വിബ്ജിയോർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ് അപവർത്തനം? വ്യത്യസ്തമുള്ള രണ്ട് മാധ്യമങ്ങളുടെ പ്രകാശരശ്മി അല്ലെ സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുള്ള എന്ത് പറയാ? വ്യതിയാനമാണ് എന്ത് പറയാ? അപവർത്തനം അല്ലെ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം എന്താണ്? അപവർത്തനമാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? മരുഭൂമി അതുപോലെ മരീചിക ഉണ്ടാകാൻ കാരണം പ്രകാശത്തിന്റെ പൂർണ്ണാന്തര പ്രതിപതനമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പ്രകീർണം എന്താണ്? പ്രകീർണം ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ അല്ലെ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശത്തിനെയാണ് എന്ത് പറയാ? സമന്വയ പ്രകാശനം അല്ലെ. സമന്വയ പ്രകാശം അതിന് ഘടകവർണ്ണമായി പിരിയുന്ന പ്രതിഭാസമാണ് എന്ത് പറയാ? പ്രകീർണം. ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ, ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, ക്രിസ്റ്റ്യൻ ഹൈഗൺ. ഏതാ അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? നമുക്കറിയാം അല്ലെ, ഗലീലിയോ ആണ് അവിടെ ആൻസർ ആയിട്ട്. ഓപ്ഷൻ എ ആണ്. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെ നേർരേഖാ ചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്ത് പറയാ? ജഡത്വം എന്ന് പറയാ അല്ലെ. മാസ് കൂടുതൽ വസ്തുക്കൾ ജഡത്വം എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഗലീലിയോ ആണ് ജഡത്വ നിയമം ആവിഷ്കരിച്ചത് എന്നും കൂടി മനസ്സിലാക്കുക. ദെൻ ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് ഏത്? ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് ഏത്? ഏതാണ് ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ്? ഏതാ പറയാ? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ ആണ്. ഓപ്ഷൻ ഏതാ പറയാ? ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ അല്ലെ. ഒരു വസ്തുവിന് ഭൂഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണത്തെ എന്ത് പറയാ? ഭൂഗുരുത്വ ത്വരണം എന്ന് പറയും. ഗ്രാവിറ്റി എന്നൊക്കെ പറയില്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറയില്ലേ? ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്? ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിന്നും മൂന്നാം ചലന നിയമം ഉദാഹരണം അല്ലാത്ത സന്ദർഭം കണ്ടെത്തുക. റോക്കറ്റുകളുടെ പ്രവർത്തനം, തോക്കിൽ നിന്നും വെടിയുണ്ട പായുന്നത്, പിന്നെ മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത്, ഐസിന് മുകളിൽ നിന്നും വണ്ടി തള്ളിയാൽ വണ്ടി യഥാസ്ഥാനത്ത് തുടരുന്നു. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ഏതൊരു പ്രവർത്തിക്കും അല്ലെ തുല്യവും വിപരീതവുമായ പ്രവർത്തനം കേട്ടിട്ടില്ലേ? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഏത് ആൻസർ വരിക? റോക്കറ്റുള്ള പ്രവർത്തനം വരില്ലേ? മൂന്നാം ചലന നിയമത്തിന് വരും. തോക്കിൽ നിന്ന് വെടിയുണ്ട വരും. മാവിൻ കൊമ്പിൽ കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടിട്ട് വീഴുന്ന വരുവോ? ഐസിന് മുകളിൽ നിന്നും വണ്ടി തള്ളിയാൽ വണ്ടി യഥാസ്ഥാനത്ത് തുടരുന്നു. കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? 15ാമത്തെ ചോദ്യത്തിന് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ 3 മാത്രമാണ് അവിടെ ആൻസർ ആയിട്ട്. ഉദാഹരണം അല്ലാത്തത് കേട്ടോ. ഉദാഹരണം ഓപ്ഷൻ 3 മാത്രമാണ് അവിടെ ഉദാഹരണം അല്ലാത്തത് അല്ലെ. ഏതൊരു പ്രവർത്തനവും ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറയാം. ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ ഈ തോണി തുഴയുന്ന എന്താണ്? മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ഒന്നാം വർഗ ഉത്തോലത്തിന് ഉദാഹരണം ഏത്? ശവണ, പാക്കുവെട്ടി, ഞാരങ്ങ ഞെക്കി, കത്രിക. ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക?
ഏതാ ആൻസർ? ഓപ്ഷൻ ഡി അല്ലെ, കത്രികയാണ്. എന്താണ്? കത്രികയാണ് അല്ലെ. ഉത്തോലകം പറഞ്ഞ എന്താണ്? ഉത്തോലകത്ത് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്നാം വർഗം, രണ്ടാം വർഗം, മൂന്നാം വർഗം അല്ലെ. ഒരു നിശ്ചുവിനെ ബിന്ദുവിനെ ആധാരമാക്കി ചലിപ്പിക്കുന്ന അല്ലെ ദൃഢദണ്ഡുകളെയാണ് എന്ത് പറയാ? ഉത്തോലകങ്ങൾ എന്ന് പറയാ. ആർക്കിമിഡീസ് ആണ് ഈ ഉത്തോലക നിയമത്തിന്റെ ഉപജ്ഞാതാവ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതിന് കോഡൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദു ഏതായിരിക്കും? ഉത്തോലകം ഏതായിരിക്കും? ദാരമാണ് അല്ലെ. ഉത്തോലകത്തിന് മേൽ പ്രയോഗിക്കുന്ന ബലമാണെങ്കിൽ അത് യത്നമാണ്, പ്രതിരോധം ചോദിക്കുകയാണെങ്കിൽ അത് രോധമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്, പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ഏതാണ്? ഏതാ ആൻസർ വരിക? ഓപ്ഷൻ സി അല്ലെ, ത്വരണമാണ്. ഏതാണ്? ത്വരണമാണ് അല്ലെ. ചലിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിനെയാണ് എന്ത് പറയാ? ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയാ അല്ലെ. ത്വരണം എങ്ങനെയാ കാണുക? എങ്ങനെയാണ്? v equal to ത്വരണം എങ്ങനെയാണ്? പ്രവേഗമാറ്റം ബൈ സമയം അല്ലെ. ആണോ? ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. വേഗം എന്താണ്? വേഗം പറഞ്ഞ യൂണിറ്റ് സമയത്തിന് വസ്തു ദൂരത്തിനെയാണ് എന്ത് പറയാ? വേഗം എന്ന് പറയുന്നത് അല്ലെ. ദൂരമാണെങ്കിലോ സഞ്ചരിച്ച പാതയുടെ ആകെ നീളം അല്ലെ ഏതാണ്? ദൂരമാണ് കേട്ടോ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുക? ഏതാണ്? സംവഹനം അല്ലെ. ഓപ്ഷൻ സി സംവഹനമാണ്. താപം എന്ത് ചെയ്യും? ഒരിടത്തു നിന്ന് മറ്റൊരു പ്രവഹിക്കുന്നതാണ് എന്ത് പറയാ? താപപ്രേക്ഷണം അല്ലെ. 3 രീതിയിലുണ്ട്: ചാലനം, സംവഹനം, പിന്നെ വികിരണം അല്ലെ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് ഏത്? സംവഹനം. തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലമാണെങ്കിൽ എന്താണ്? അത് ചാലനമാണ് എന്നും കൂടി ഓർത്തു വെക്കുക. വികിരണം ആണെങ്കിലോ ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഏത്? വികിരണം. പ്ലാസ്മാവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന: പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ് അല്ലെ. പിന്നെ വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ ശരിയാണ്. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ തെറ്റ്. ഒരേ സമയം കണമായും പ്രതികണമായും കാണപ്പെടുന്ന അവസ്ഥ അതും തെറ്റല്ലേ? തെറ്റല്ലേ? ഏതൊക്കെയാ ആൻസർ ആയിട്ട് വരിക? 1ഉം 2ഉം അല്ലെ. 1ഉം 2ഉം മാത്രമാണ് എന്താണ് അവിടെ ശരിയായിട്ടുള്ളത് അല്ലെ. ദ്രവ്യത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അവസ്ഥയാണ് എന്ത് പറയാ? പ്ലാസ്മ എന്ന് പറയാ അല്ലെ. ഉയർന്ന താപനിലയിലെ അയണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് ഏത്? പ്ലാസ്മ. പിന്നെ മിന്നൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്താണ്? പ്ലാസ്മിയാണ് അല്ലെ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ എത്രയാണ്? പ്ലാസ്മ. 99% എന്താണ്? പ്ലാസ്മ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ എന്താണ്? പ്ലാസ്മ തന്നെയാണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഏത് ദർപ്പണമാണ്? ഏതാണ് ഷേവിംഗ് മിററായിട്ട്? കോൺകേവ് ദർപ്പണം അല്ലെ. ഏതാണ്? കോൺകേവ് ദർപ്പണമാണ് എന്ത്? ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുക അല്ലെ. കോൺകേവ് അല്ലെ. എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും അല്ലെ. കോൺവെക്സ് ആണെങ്കിൽ ഇഡലിന്റെ ഭാഗമായിരിക്കും, ഇഡലി പോലെ. ഇതെന്താണ്? ഇങ്ങനെ കേവ് ടൈപ്പ് ആണ് ഏത്? കോൺകേവ്. ഇതെന്താണ്? കേവ് പോലെയാണ്. അപ്പൊ എന്താണ് അത്? കോൺകേവ് ആണ് അല്ലെ. ടോർച്ചിലെ റിഫ്ലക്ടർ, മേക്കപ്പ് മിറർ, ഷേവിംഗ് മിറർ, സോളാർ കുക്കർ ഒക്കെ എന്താ വരിക? കോൺകേവ് ആണ്. കോൺവെക്സ് ആണെങ്കിൽ എന്താണ്? വാഹനങ്ങൾ റിവ്യൂ മിറർ, സൺഗ്ലാസ് നിർമ്മിക്കാൻ സ്ട്രീറ്റ് ലൈറ്റ്, അതൊക്കെ എന്താണ്? കോൺവെക്സ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നന്ദി, നമസ്കാരം.